ഹലോ, ഇന്ന് ഞാൻ ഇന്നലെ മിഞ്ഞാന്നേറ്റമാണ് ഞാൻ ശനിയാഴ്ച ഉണ്ടാക്കിയതാണ് ഇത് ഞാൻ ഒരു തുണി കിട്ടിയപ്പോൾ അമ്മ അങ്ങനെ ഒരു കിടക്ക അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ അമ്മേനോട് ചോദിച്ചു, അമ്മമ്മേൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള സാരികൾ നല്ല 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 രസമുള്ള സാരികളായിരുന്നു കേട്ടോ. പക്ഷേ അമ്മമ്മയ്ക്ക് അതൊന്നും വേണ്ടേന്ന്. അതുകൊണ്ട് ഞാൻ അമ്മയോട് ചോദിച്ച് എനിക്ക് അതിൻ്റെ ഒരു പീസ് തരുമോയെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്ത് അമ്മേൻ്റെ കയ്യിൽ നിന്ന് ഒരു പീസ് അമ്മയ്ക്ക് കട്ട് ചെയ്ത് തന്നു. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടും വലിയ പീസ് എനിക്ക് തന്നു. നല്ല മണമായിരുന്നു അതിന്. അതുകൊണ്ട് ഞാൻ ഇവിടെ പിന്നെ കുത്തിവെച്ചതിൻ്റെ കാരണം എന്താ അറിയുമോ, ഞാനിങ്ങനെ തുന്നിയപ്പോൾ ബാഗിൻ്റെ ഉള്ളിൽ ഇട്ടച്ച്. അപ്പം അതെന്ത് ചെയ്ത് ആണ്ട് ചുളിഞ്ഞ്. അപ്പം ഇവിടെയൊക്കെ ആണ്ട് പൊങ്ങി. അപ്പം ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയുമോ, ഞാൻ ഇതിൻ്റെ അച്ഛൻ്റെ പണി സാധനങ്ങൾ സ്റ്റിക്കറാണിത്. ഒരു സ്റ്റോൺ പോലത്തെ ടൈപ്പാണ്, ബീഡ്സൊക്കെ ഉള്ള സ്റ്റിക്കറാണ്. അപ്പോൾ ഞാൻ രണ്ട് വശത്തും ഇങ്ങനെ ആക്കി വെച്ചു. ഒരു വശമേ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഞാൻ വീണ്ടും ഇട്ടുവെച്ചുകൊണ്ട് ഇങ്ങനെയായി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു സ്കുഷി ഉണ്ടാക്കി വെച്ചിട്ട്, സ്കുഷി ഞാൻ അതിന് വേണ്ടി മാത്രമേ ഇന്ന് വാങ്ങിച്ചിരുന്നു. പക്ഷെ കൂടുതൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സ്കുഷിയും കൂടി ഉണ്ടാക്കി. ഇതിപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഈ ബാഗ് സ്കുഷി ആക്കാം, അല്ലെങ്കിൽ ഇതും ആക്കാം കേട്ടോ. ഇതൊക്കെ ബാഗ് സ്കുഷിയാണത്, ഇങ്ങനെ ആക്കുകയും ചെയ്യാം, നല്ല ഞെക്കി കളിക്കണം. ഇത് ഞാൻ ഇപ്പം ഉണ്ടാക്കിയതാണ്. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പഠിച്ചത്. ഞാൻ ഇത് സൂചി ഏറ്റവും ഉണ്ടാക്കിയത്. ഇവ ഒരു നൂല് കണ്ടുപിടിച്ചിരുന്നത് എന്നുവെച്ചാൽ ഒരു മനുഷ്യ കളറുള്ളൊരു നൂല്. ആ നൂല് ഞാൻ അവളോട് ചോദിച്ച് സോപ്പിട്ട് ഒരു ഇതിൻ്റെ അത് ആക്കി. അപ്പോൾ അവിടെ കുറേ എന്താ പറയുക, നമ്മളെ ചന്ദനത്തിരിൻ്റെ കോലുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിൽ അത് ആദ്യം ഞാനിങ്ങനെ ഈ തുണിയെന്ന് പറഞ്ഞാൽ എൻ്റെ ബണ്ണാണ്. അത് നല്ല വലുതായി, നല്ല വലിയ ബണ്ണായി. അത് നല്ല നീട്ടി കുറേ പീസായി വാങ്ങിയിട്ട് അതിങ്ങനെ ഒരു ഇതായിപ്പോയി. അപ്പം ഞാൻ തേച്ച് തിരുമ്പിയിട്ട് ഞാൻ ഈ സൂചി ഒന്നും എടുക്കാതെ അത് ഞാൻ വെച്ച് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചത്. ഇനി ഞാൻ അപ്പല്ലേ ഞാൻ എന്ത് ചെയ്ത് ഈ സാധനം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് ഇങ്ങനെ എടുത്ത്. ഞാൻ ഈ ക്രോഷറ്റൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി. ഞാനിപ്പോൾ പരിശ്രമിക്കുന്നേ ഉള്ളൂ. ഞാൻ ഇനിയും കൂടുതൽ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിന് കുറച്ച് മേക്ക് ഓവറൊക്കെ ആവാം. പിന്നെതാ എൻ്റെ കയ്യിൽ ഒരു പീസും കൂടി ബാക്കിയുണ്ട്. അതായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അത് നൂലായിട്ട് മാത്രമേ അത് ഞാൻ സൂചിയായിട്ട് മാത്രമേ ചെയ്യുള്ളൂ. ഇതിങ്ങനെ ഡോട്ടഡ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാനും ഇങ്ങനെ ഇടാനും നല്ല സിമ്പിളാണ്. ഇതിനുള്ളിൽ വേണമെങ്കിൽ ഐറ്റംസൊക്കെ കുത്തി നിറച്ച് നമുക്ക് കൊണ്ടുപോവാം. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ തൽക്കാലത്തിന് ഞാൻ എങ്ങനെയാണ് എടുത്ത് ചെയ്തത് എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് ഇങ്ങനെ തിരിക്കന്നെ അമ്മ അങ്ങനെ ചെയ്യുന്നത്. കുഞ്ഞുട്ടൻ്റെ അഭിപ്രായം എന്താ അത് കണ്ടിട്ട്? എനിക്കും ഉണ്ടാക്കുന്നുണ്ട്. ഓനെ ആദ്യം എന്നോട് ചോദിച്ചിരുന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് തരുമോ. അപ്പോൾ ഓനോട് ഞാൻ പറഞ്ഞ ഒരു നൂലോ അല്ലെങ്കിൽ നല്ല തുണിയോ കൊണ്ടുവരാനേ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കില്ലേ അങ്ങനത്തെ. ഇവിടെ കുറേ സൂചി ഉള്ളത് അമ്മേൻ്റെ കയ്യിലും അമ്മമ്മേൻ്റെ കയ്യിലും. അപ്പം ഞാൻ ഓല അടുത്തുനിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ പക്ഷേ എൻ്റെ കൈ കൊണ്ട് ഈ ഡോട്ടഡ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ പോർഷനാണ്. ഇതിങ്ങനെ ഫുള്ളായിരുന്നു ഇങ്ങനെ. പിന്നെ ഇവിടെ തുന്നേണ്ട ആവശ്യമില്ല. അതിങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ കവർ ചെയ്ത്. കുഞ്ഞുട്ടനെ പീടിയെ പോകാനും വേണ്ടിയിട്ട് ഒന്ന് ഉണ്ടാക്കി കൊടുക്ക്. കടകളിൽ പോയി സാധനം മേടിക്കാൻ വേണ്ടി വലുത് ഒന്നുണ്ടാക്കി കൊടുക്ക്. തുണി കിട്ടട്ടെ, അപ്പോൾ നമുക്ക് കുഞ്ഞുട്ടനും ഉണ്ടാക്കി കൊടുക്കാൻ. ഇത് ഞാൻ കുറേ നേരമായി തപ്പി നടക്കുന്നത്. ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കിയതാണ്. അന്ന് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. അന്നൊക്കെയൊരു രസമില്ല. അപ്പം അമ്മമ്മ വേറെയുള്ള കുക്കിങ് പരിപാടിയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറെയുള്ള കൂട്ടുകറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുക്കറി ഷോ നടത്തുന്ന പോലെ ആക്കിയിരുന്നു. ഇത് രണ്ടൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ്. ഇപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടി വലുതാക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് ചെറുതാക്കിയിട്ടാണ്. അത്
എന്താ അത് പറയാ നല്ല കവറിങ് ചെയ്യണം അതിന്. അത് കുറച്ചും കൂടി കവർ ചെയ്യണം. ഇതധികം രസമുണ്ട്. ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കി പഠിക്കലൊക്കെ. ഇതൊക്കെ നല്ല ഇഷ്ടമായി. ഇന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചതാണത്. ഇതിൻ്റെ മുകളിൽ കീ ചെയിനൊക്കെ തൂക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. അതിന് സാധിക്കട്ടെ. പിന്നെതാ ഈ ബാഗിൻ്റെ ഉള്ളിൽ ഞാൻ സ്കുഷി ഉണ്ടാക്കിയിരുന്നല്ലോ. സ്കുഷി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അമ്മേനോട് ഞാൻ ചോദിച്ചത് അതൊന്ന് തരുമോന്ന്. എന്താ കുശി? സ്കുഷി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പഞ്ഞി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറയ്ക്കും. കുഞ്ഞുട്ടിന് മനസ്സിലായോ? എന്താന്ന് മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ സെലോ ടപ്പൊക്കെ ഒട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പഞ്ഞി നിറച്ചിട്ട് ഇങ്ങനെ ഞെക്കി കളിക്കൂലേ, അതേപോലത്തെ സാധനം തന്നെ സ്കുഷി. അപ്പോൾ അത് ഞാൻ നൂലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നൂലും പിന്നെ ക്രോഷറ്റ് കൊണ്ട് എന്തെങ്കിലും ഹാർട്ടോ അങ്ങനെ യാണോ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പം എൻ്റെ കയ്യിലുള്ള ഹുക്കിൻ്റെ എന്താ പറയുക തടിയൊക്കെ വരുന്നത് 6.0 mm ആണ്. അത് എൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും വിട്ടിട്ട് വലിക്കാൻ പറ്റുന്നില്ല, അത്രയും തടിയാണത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ബൈക്കില്ല വെച്ചിട്ടാണ് ഞാൻ ഇതേറ്റൊക്കെ ഉണ്ടാക്കുന്നത്. ഇതെന്തിനാണ് ഞാൻ ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ വെറുതെ ഒരു രസത്തിന് കാണാൻ ഉണ്ടാക്കി പഠിക്കാനല്ലേ. ഞാൻ ഇവരൊക്കെ തുന്നിനെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മിഷീനിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തുന്നൽ മെഷീനൊക്കെ വെച്ചിട്ട് അങ്ങനെ ആക്കണം. പക്ഷെ ഒരു കൈയായിട്ട് ആക്കുന്നുണ്ട്. എൻ്റെ അമ്മ ഉണ്ടാക്കിയത് കണ്ടിട്ട് ഞാൻ പഠിച്ചതാണ്. അമ്മ ഇങ്ങനെ പുറപ്പെടുകയായിരുന്നു. അപ്പം ഞാൻ എനിക്കും തരുമോ ചോദിച്ചെന്നാണ്ട് അമ്മേനെ പിന്നാലെ കൂടി. അപ്പം അമ്മയ്ക്ക് നൂല് അമ്മമ്മേൻ്റെ ഷോക്കേസിലുണ്ട്. അപ്പം ഞാൻ അവിടുന്ന് എടുത്തിട്ട് നൂലും അതിൻ്റെ കൂടെ തന്നെ ഒരു സൂചി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് തുന്നിയിട്ടാണ് ഇതുണ്ടാക്കിയത്. ഇത് ഞാനിപ്പം ഉണ്ടാക്കിയത് വെറുതെ ഒരു രസത്തിന് ഉണ്ടാക്കിയത്. പക്ഷെ ഇത്രയും നല്ല രസം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴാണ് ഞാൻ ശരിക്കും പഠിച്ചത്. ഞാൻ ആദ്യം ഇതുണ്ടാക്കിയ കോലം വെറുതെ ആയിരുന്നു. അത് ഞാൻ ഇങ്ങനെ ഇട്ട് തന്നെ. അപ്പം അത് കുറച്ച് രസമില്ലാത്തൊക്കെ ആയി. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടല്ല അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നു. ഇത് പക്ഷേ ഞാൻ അമ്മേൻ്റെ നോക്കി പഠിച്ചതാണ്. അമ്മ അവിടെ ഇരുന്ന് തുന്നുന്നത് മുഴുവനും കണ്ടിട്ടാണ്, അവസാനിക്കുന്നത് വരെ കണ്ടിട്ടാണ് ഞാൻ വന്നെടുത്തിട്ടുള്ളത്. ഇവനിങ്ങനത്തെ കുഞ്ഞുട്ടൻ്റെ അഭിപ്രായം എന്താ കുഞ്ഞുട്ടാ? ഇതൊക്കെ കൂടുതൽ ഇഷ്ടമായി. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഉണ്ടാക്കാനുണ്ട്. ഇവന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും ഇതെങ്ങനെ ഉണ്ടാക്കാൻ. അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ഓരോരോ സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുള്ള നൂല്, ഒരു കെട്ട് നൂല് അല്ലെങ്കിൽ കുറച്ചായാലും മതി. നമുക്ക് അത്യാവശ്യം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വലിയ തുണിയാണെങ്കിൽ ഞാൻ ഇതിലും വലുതുണ്ടാക്കിയെന്ന് ഇങ്ങനെ ബാഗ് ഇങ്ങനെ തൂക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ ആ തുണി കിട്ടിയിട്ടില്ല എനിക്ക്. അമ്മ എനിക്ക് ചെറിയ തുണിയാണ് തന്നത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും വലിയ തുണി കിട്ടിയതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. ഇവൻ എന്നോട് ചോദിച്ച് ഞാൻ തുണി എന്തെങ്കിലും കൊടുത്തിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കി തരാം. ഇവന് പഠിപ്പിച്ചു കൊടുക്കണം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടുതൽ എൻ്റെ ആക്സസറീസ്, അതേപോലെ തന്നെ ടോയ്സ്, കവായ് സ്റ്റിക്കർ, യാണ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. കുഞ്ഞുട്ടൻ്റെ അടുത്തുണ്ടല്ലോ അത്. എന്ത് കവായ് സ്റ്റിക്കർ? കവായ് സ്റ്റിക്കറിൻ്റെ അമ്മ വാങ്ങിച്ചു കൊടുത്തിരുന്നു, ഒരു നീല തീമിലുള്ളത്. എനിക്ക് കുറുമയാണ് ഇഷ്ടം, അതുകൊണ്ട് കുറുമയുടെ സ്റ്റിക്കറാണ് എനിക്ക് തന്നത്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ബൈ ബൈ.